കാത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി, അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തി എടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്, അതിനെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതിൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിൻ്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു കാര്യം നിങ്ങൾ കാണണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇവിടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് മാനവികീയതയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം അവസാനം മരണപ്പെടേണ്ടി വന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നതും അതിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നാം കാണണം. തീവ്രവാദം, അതുപോലെ വർഗീയവാദം, അതുപോലുള്ള വാദങ്ങളെല്ലാം തന്നെ ഈ മുസ്ലിമിന്റെ മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ആപത്താണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യമാണ് ഇന്നിവിടെ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിൻ്റെ നേതൃത്വമാണ് ബഹുമാന്യനായ ഉസ്താദ് ഇന്ന് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയം ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം എനിക്കറിയാം, മതവും രാഷ്ട്രീയവും അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല,
എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തിൽ നിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെയൊന്നും. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. ഒരുപാട്